സ്വാതി, ഇന്നലെ പുറത്ത് വന്ന കണക്കുകൾ നമ്മളെ വല്ലാതെ നീറ്റുന്നുണ്ട്. 657ഓളം ആളുകൾ കർഷകർ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞ ഒരു 3 മാസം കൊണ്ട്. കാരണം അവർക്കൊന്നും ചെയ്യാൻ മാർഗമില്ല, അവരുടെ അധ്വാനത്തിന് വില കിട്ടുന്നില്ല, മറ്റു മാർഗങ്ങളില്ല അവർക്ക്. ആ മനുഷ്യരോട് വലിയ അവഗണന കാണിക്കുന്ന BJP ഭരണകൂടം കർഷകരോട്, നമ്മുടെ മോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞെന്തായിരുന്നു? അതായത് 2.5 വർഷം കൊണ്ട് കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുമെന്നായിരുന്നു. ഇപ്പോൾ ആത്മഹത്യകളാണ് ഇരട്ടിയായിരിക്കുന്നത്. തീർച്ചയായും മനു, മഹാരാഷ്ട്ര മാത്രമല്ല, ഈ BJP ഭരിക്കുന്ന അല്ലെങ്കിൽ NDA സർക്കാർ ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും കർഷകരുടെ അവസ്ഥ, അല്ലെങ്കിൽ രാജ്യത്തെ തന്നെ കർഷകരുടെ അവസ്ഥ ഇത് തന്നെയാണ്. കർഷക ആത്മഹത്യകൾ സംബന്ധിച്ച് സംസ്ഥാന നിയമസഭയിൽ കഴിഞ്ഞ ദിവസമാണ് മഹാരാഷ്ട്രയിൽ നിന്ന് സർക്കാർ തന്നെ ഇത്തരം കണക്കുകൾ തുറന്നു പറഞ്ഞത്. 600-ലധികം പേരാണ് ഈ കഴിഞ്ഞ 3 മാസം കൊണ്ട് ആത്മഹത്യ ചെയ്തത് എന്നുള്ളത് ഞെട്ടിക്കുന്ന കണക്കുകൾ തന്നെയാണ്. മാത്രമല്ല, ഈ 2024 മഹാരാഷ്ട്രയിൽ ആത്മഹത്യ ചെയ്തവരുടെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ 2635 പേരാണ്. 2023 2851 പേരാണ് കർഷക ആത്മഹത്യ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 2001 മുതൽ മഹാരാഷ്ട്രയിൽ 39,825 കർഷക ആത്മഹത്യകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിൽ ഞെട്ടിക്കുന്ന, അതോടൊപ്പം തന്നെ ഉയർന്ന കണക്കുകളാണ് കർഷക ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് മഹാരാഷ്ട്രയിൽ നിന്ന് വരുന്നത്. കഴിഞ്ഞ ഈ മോദി സർക്കാർ അധികാരമേറ്റ അന്നു മുതൽ കർഷകരുടെ സമരം തുടരുകയാണ്. അവരാവശ്യപ്പെടുന്നത് മിനിമം താങ്ങുവില ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിയമസാധുത കൊണ്ടുവരിക എന്നുള്ളത്. എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ തലത്തിൽ ഒരു തരത്തിലുള്ള ഇടപെടലും നടന്നിട്ടില്ല എന്ന് മാത്രമല്ല, കർഷകർ വലിയ പ്രതിസന്ധിയിലേക്കും ദുരിതത്തിലേക്കും പോകുന്ന കാഴ്ചയാണ്. അവർക്ക് വിത്തുകൾ, വളത്തിനൊക്കെയും വലിയ വില വർദ്ധിക്കുന്നു, എന്നാൽ അതൊന്നും വാങ്ങാൻ കഴിയുന്നില്ല എന്നുള്ളത്. പാട്ടത്തിനെടുത്ത് ഇതുപോലെ കൃഷിയെടുക്കുന്ന അല്ലെങ്കിൽ പണിയെടുക്കുന്ന ഭൂമികളിൽ ഈ നേരത്തെ കാണിച്ച ദൃശ്യങ്ങളൊക്കെയും ഹൃദയഭേദകമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയത്തില്ല. ഈ കലപ്പ ചുമലിലേന്തിക്കൊണ്ടൊരു കർഷകൻ കൃഷി അല്ലെങ്കിൽ പാടത്ത് പണിയെടുക്കുകയാണ്. ട്രാക്ടറോ മറ്റ് സംവിധാനങ്ങളോ ഒന്നും വാടകയ്ക്കെടുക്കാൻ 2500 രൂപ ദിവസം വേണമെന്നുള്ളതാണ് ആ കർഷകന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. അത്തരത്തിൽ കർഷക ആത്മഹത്യ കൂടുന്ന സംസ്ഥാനത്ത് ഇതുവരെയും ഒരു ഇടപെടൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. NDA സർക്കാർ അധികാരത്തിൽ ഏറുമ്പോൾ, ഈ മഹാരാഷ്ട്രയിലടക്കം അധികാരത്തിലേറുമ്പോൾ വലിയ വാഗ്ദാനങ്ങൾ കർഷകർക്ക് നൽകുന്നുണ്ടായിരുന്നു. കർഷകരുമായി ബന്ധപ്പെട്ട ഈ സാമ്പത്തിക സഹായം അവർക്ക് നൽകുന്നത്, വായ്പകൾ നൽകുന്നത്, മിനിമം താങ്ങുവില ഉറപ്പാക്കുന്നത് ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് ഈ കർഷകരെ ഒക്കെയും വഞ്ചിക്കുന്ന നിലപാടിലേക്കാണ് കേന്ദ്ര സർക്കാരും ഈ സംസ്ഥാന സർക്കാരും പോകുന്നത് എന്നുള്ളത് വളരെ ആശങ്കയെ തന്നെയാണ് കർഷകർ ഉയർത്തുന്നത്. അതിൻ്റെയൊക്കെയും ഫലമാണ് ഈ കർഷക ആത്മഹത്യകൾ കൂടുന്നത്. അവർക്ക് കൃത്യമായി ഒന്ന് കാലാവസ്ഥാ വ്യതിയാനം മൂലം വലിയ തരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്, വരണ്ട ഭൂമിയിലാണ് പണിയെടുക്കുന്നത്, അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ സാമ്പത്തിക സഹായം നൽകുന്നില്ല, അവർക്ക് വേണ്ട കൂലി ലഭിക്കുന്നില്ല, മിനിമം താങ്ങുവില ലഭ്യമാക്കുന്നില്ല. അത്തരത്തിൽ നിരവധിയായിട്ടുള്ള ആവശ്യങ്ങൾ, ഗുരുതരമായ ആരോപണങ്ങൾ കർഷകർ ഉയർത്തുമ്പോഴും ആ വിഷയത്തിൽ ഇടപെടാൻ കേന്ദ്ര സർക്കാരിനോ അതോടൊപ്പം തന്നെയും സംസ്ഥാനം ഭരിക്കുന്ന ഈ NDA സർക്കാരിനോ കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും വന്ന കണക്കുകളിൽ വ്യക്തമാകുന്നത്. ഈ 2000-ലധികം പേരാണ് ഈ 2024 മാത്രം ഈ കർഷക ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ നിരന്തരമായും കർഷകരെ അവഗണിക്കുകയും കർഷകരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്നു. കർഷകർ കൂടുതൽ പ്രതിഷേധത്തിലൊക്കെയും പോകുന്ന കാഴ്ചകൾ കണ്ടതാണ്. ഈ ശംഭുതിർത്തിയിലൊക്കെയും വർഷങ്ങളോളം ഈ പ്രതിഷേധവുമായി കർഷകർ ഇരിക്കുകയാണ് ഇതേ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട്. എന്നാൽ അതിനോടൊക്കെയും ഒരു നിസ്സംഗത തന്നെയാണ് കേന്ദ്ര സർക്കാരും ഈ ഓരോ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളും പുലർത്തുന്നത് എന്നുള്ളതാണ് ഈ കാഴ്ചകളിൽ നിന്നൊക്കെ വ്യക്തമാവുന്നത്. മനു, ശരിയായാലും വലിയ പ്രതിഷേധം ഉയരേണ്ടതാണ്. നമ്മൾക്ക് അന്നം ഊട്ടാൻ വേണ്ടിയിട്ടാണ് ആ മനുഷ്യൻ കഷ്ടപ്പെടുന്നത്. എത്ര മനുഷ്യരാണ് മരിച്ചു കൊണ്ടിരിക്കുന്നത്, എന്നിട്ട് അവർക്ക് അവരുടെ കുടുംബത്തിന് മതിയായ സഹായം പോലും ചെയ്യാത്ത ഒരു ഭരണകൂടം. ആ നാട്ടിലെ മനുഷ്യർ ചിന്തിക്കേണ്ടതാണ് എന്താണ് സംഭവിക്കുന്നത്.